പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ രാമയ്യ എന്നൊരു കർഷകനുണ്ടായിരുന്നു. അവന് ഭാര്യയും 3 കുട്ടികളും ഉണ്ടായിരുന്നു. അവൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന പണം കുടുംബത്തിന് തികയുന്നില്ലെന്നും പറഞ്ഞ് തന്റെ കഷ്ടപ്പാടോർത്ത് വിഷമിച്ചിരുന്നു. എന്തു ചെയ്യുമെന്ന് തല പുകഞ്ഞ് ആലോചിക്കുകയും ചെയ്തു. ഒടുവിൽ ഒരു താറാവിനെ വാങ്ങി അതിന്റെ മുട്ടകൾ വിറ്റ് കാശുണ്ടാക്കാൻ തീരുമാനിച്ചു. ഭാര്യയുമായി ആലോചിച്ചതിനു ശേഷം ഒരു താറാവിൻ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുവന്ന് വളർത്താനും തുടങ്ങി. കുറച്ചുനാളിൽ ആ താറാവിൻ കുഞ്ഞു വളർന്ന് വലുതാവുകയും ചെയ്തു. അന്നു മുതൽ ഈ താറാവ് മുട്ടയിടുന്ന ദിവസവും നോക്കി ഭാര്യയും ഭർത്താവും കാത്തിരുന്നു. ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം ആ താറാവ് മുട്ടയിട്ടു. ആ മുട്ടയിട്ടതിനു ശേഷം ഭാര്യയും ഭർത്താവും ഓടിച്ചെന്ന് നോക്കി അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്തു. അത് സാധാരണ മുട്ടയായിരുന്നില്ല. വാസ്തവത്തിൽ വെട്ടിത്തിളങ്ങുന്ന സ്വർണമുട്ടയായിരുന്നു. അത് കണ്ടതും രണ്ടുപേരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീർന്നുവെന്ന് കരുതി രണ്ടുപേരും സന്തോഷത്തോടെ തുള്ളിച്ചാടി. അന്നു മുതൽ ആ താറാവ് ഒരു ദിവസം പോലും വിടാതെ ദിവസവും സ്വർണമുട്ടയിടുമായിരുന്നു. ദിവസവും ഭാര്യയും ഭർത്താവും ആ സ്വർണമുട്ടകൾ വിറ്റ് കാശുണ്ടാക്കി വലിയ ധനികന്മാരായി. ധനികരായപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചു. ഇങ്ങനെ ദിവസങ്ങൾ ചെല്ലെ ചെല്ലെ ആ ദമ്പതിമാർക്ക് മോശമായ ഒരു ഐഡിയ തോന്നി. രണ്ടുപേരും ആലോചിച്ച്, ഈ താറാവ് ദിവസവും ഒരു സ്വർണമുട്ട ഇടുന്നുണ്ടെങ്കിൽ ഇതിന്റെ വയറ്റിൽ ഒരുപാട് സ്വർണമുട്ടകൾ ഉണ്ടെന്നുള്ളതല്ലേ സത്യം. ഇങ്ങനെ ഓരോ ദിവസവും ആ താറാവ് മുട്ടയിടുന്നതും കാത്തിരുന്ന മുട്ട എടുക്കുന്നതിന് പകരം ആ താറാവിന്റെ വയറ് കീറിയാൽ എല്ലാ മുട്ടകളും കിട്ടുമല്ലോ. ആ മുട്ടകളെല്ലാം എടുത്ത് ഒറ്റയടിക്ക് വിറ്റ് ഒറ്റയടിക്ക് കോടീശ്വരനാകാം എന്ന് കരുതി. ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആരോടും ഒന്നും ചോദിക്കാതെ ആ താറാവിന്റെ വയറ് കീറി ഒറ്റ ദിവസം കൊണ്ട് മുട്ടകൾ മുഴുവനും എടുക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം നിറവേറ്റാൻ രാമയ്യ താറാവിന്റെ വയറ് ഒരു ദിവസം കീറിയെടുത്തു. മുഴുവനും കീറിയതിനു ശേഷമാണ് മനസ്സിലായത് താറാവിന്റെ വയറ്റിൽ ഒരു മുട്ട പോലും ഇല്ലായിരുന്നു. താറാവിനെ വെട്ടിയ കുറച്ചു സമയത്തിനുള്ളിൽ താറാവ് മരിച്ചു പോവുകയും ചെയ്തു. തങ്ങൾ എന്താണ് ഈ ചെയ്തതെന്നോർത്ത് ചെയ്ത തെറ്റും മനസ്സിലാക്കി തല തല്ലി കരയാൻ തുടങ്ങി ആ പാവം ദമ്പതികൾ. കാശ് മോഹിച്ച് താൻ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ കിട്ടിയെന്ന് മനസ്സിലാക്കി. ഈ കഥയുടെ സാരം അത്യാഗ്രഹം വൻ നഷ്ടമുണ്ടാക്കും. പണ്ടൊരു കാലത്ത് ചോഴ രാജ്യത്ത് വിക്രമവർമ്മൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. മഹാരാജാവിന് പല വർഷങ്ങൾ കുട്ടികളില്ലാതെ ഒരു ദിവസം സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് സുമതി എന്ന് പേരിട്ട് വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളർത്തി വന്നു. സുമതി ഒരു യുവതിയായി വളർന്നു. ഒരു മാലാഖയെ പോലെ അതീവ സുന്ദരിയായിരുന്നു അവൾ. രാജാവും റാണിയും സുമതിയുടെ വിവാഹം നടത്താനായി വരനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാജകുമാരി സുമതി തന്റെ കൂട്ടുകാരികളോടൊപ്പം തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മേഘക്കൂട്ടങ്ങൾ മൂടി. ആ മേഘക്കൂട്ടങ്ങളിൽ നിന്ന് ഇടിയും മിന്നലും ഉണ്ടായി. പെട്ടെന്ന് തന്നെ ആ സ്ഥലം മുഴുവൻ ഇരുളടഞ്ഞു പോയി. മേഘങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന രാജകുമാരിയെ കാണാതെയായി. രാജ്യം മുഴുവനും അലഞ്ഞു തിരിഞ്ഞു തേടിയിട്ടും രാജകുമാരിയെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. ഇങ്ങനെ തന്നെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ രാജകുമാരിയെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. രാജകുമാരിയെ കാണാതായ സങ്കടത്തിലായിരുന്ന രാജാവ് ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു. ആരാണോ എന്റെ മകളെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് ഞാൻ എന്റെ ഈ രാജ്യം മുഴുവൻ സമ്മാനമായി നൽകും. അതുമാത്രമല്ല, എന്റെ മകളെയും അവന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ കാര്യം രാജ്യം മുഴുവൻ അറിയിക്കാനായി രാജാവ് ഉത്തരവിട്ടു. രാജകുമാരിയെ സ്വന്തമാക്കാനായി പല ദേശത്തുനിന്നും പല രാജകുമാരന്മാരും അവിടേക്ക് വന്നു. എല്ലാവരും ചോഴനാട്ടിലേക്ക് വന്ന് രാജകുമാരിയെ തേടി കണ്ടുപിടിക്കാനായി പുറപ്പെട്ടു.
എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും രാജകുമാരിയെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. പല രാജകുമാരന്മാരും രാജകുമാരിയെ കിട്ടാതെയായപ്പോൾ അവരവരുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചുപോയി. ഓരോ ദിവസം ഓരോരുത്തരായി എല്ലാവരും തിരിച്ചുപോയി കഴിഞ്ഞിരുന്നു. വിക്രമവർമ്മന് കുറേശ്ശെയായി വിശ്വാസം നഷ്ടപ്പെടുകയായിരുന്നു. ആ രാജ്യത്തെ ഗ്രാമത്തിലുണ്ടായിരുന്ന വിവേകചന്ദ്രൻ എന്ന ഒരു യുവാവ് മാത്രം രാജകുമാരിയെ താൻ എങ്ങനെയും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നു. ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരും അവനെ കളിയാക്കി ചിരിച്ചു. എന്നാൽ ഒന്നിനെയും പേടിക്കാത്ത അവൻ മഹാരാജാവിന്റെ മുൻപിൽ ചെന്ന് നിന്നു. അപ്പോൾ രാജാവ് ഇപ്രകാരം പറഞ്ഞു: പല പല ധീരന്മാർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്റെ മകളെ നീ മാത്രം എങ്ങനെ തേടി കണ്ടുപിടിക്കും? പക്ഷെ നീ ധൈര്യത്തോടെ വന്നിരിക്കുന്നു, അതുതന്നെ എനിക്ക് സന്തോഷം എന്നു പറഞ്ഞ് പ്രയാണത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് അവനെ പറഞ്ഞയച്ചു മഹാരാജാവ്. വിവേകചന്ദ്രൻ പ്രയാണത്തിനായി കുതിരപ്പുറത്ത് കയറി പുറപ്പെട്ടു. അങ്ങനെ നടന്ന് കാട്, മല, നദി ഇവയൊക്കെ കടന്ന് നടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന വിവേകചന്ദ്രൻ ഒരു കുളത്തിനടുത്തെത്തിയപ്പോൾ അവിടെ ഒരു അരയന്നം ദുഃഖത്തോടെ ഇരിക്കുന്നത് കണ്ടു. വിവേകചന്ദ്രൻ ആ അരയന്നത്തോട് സ്നേഹത്തോടെ പറഞ്ഞു: അരയന്നങ്ങളൊക്കെ കൂട്ടത്തോടെയല്ലേ താമസിക്കാറുള്ളത്? നീ മാത്രം എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ദൂരെയുള്ള മലയ്ക്കപ്പുറത്തുള്ള കുളത്തിലേക്ക് പോയി. എന്റെ കാലിൽ പരിക്ക് പറ്റി, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് അരയന്നം സങ്കടത്തോടെ പറഞ്ഞു. അപ്പോ വിവേകചന്ദ്രൻ ആ അരയന്നത്തെ തന്റെ കയ്യിലെടുത്തോണ്ട് ദൂരെയുണ്ടായിരുന്ന മറ്റുള്ള അരയന്നങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി വിട്ടു. വിവേകചന്ദ്രന്റെ സഹായം കണ്ട മറ്റുള്ള അരയന്നങ്ങൾ ഇവനിവിടെ എന്തിനു വന്നു എന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചു. ഈ കാട്ടിൽ ഒറ്റയ്ക്ക് നീ എന്തിനു വേണ്ടി വന്നതാ എന്ന് ചോദിച്ചു. അതിന് വിവേകചന്ദ്രൻ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അരയന്നങ്ങളോട് പറഞ്ഞു. അതിന് അരയന്നങ്ങൾ: ഓഹോ, ഇതൊക്കെ ആ ഇരുട്ട് രാക്ഷസന്റെ പണി തന്നെയായിരിക്കും. അവനുള്ള സ്ഥലം ഇവിടുന്ന് ഒരുപാട് അടുത്താണ്. ഇവിടുന്ന് കുറച്ചു ദൂരം പോയാൽ മതി. അവിടെ ഒരു വലിയ മാന്ത്രിക മരമുണ്ട്. നീ അവിടെ പോയി നിന്ന് ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രം ജപിച്ചാൽ മതി. ഉടൻ തന്നെ ആ മരത്തിന്റെ വാതിൽ തുറക്കും. അതിനുള്ളിൽ ഒരു വലിയ മുറിയുണ്ട്. അതിനുള്ളിലാണ് ആ ഇരുട്ട് രാക്ഷസൻ ജീവിക്കുന്നത്. പക്ഷെ നീ സൂക്ഷിക്കണം, അവൻ വളരെ ക്രൂരനാ എന്ന് പറഞ്ഞു. വിവേകചന്ദ്രൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ സ്ഥലത്തേക്ക് പോകാനായി പുറപ്പെട്ടു. വിവേകചന്ദ്രൻ അരയന്നം പറഞ്ഞതുപോലെ തന്നെ മാന്ത്രിക മരത്തിനടുത്തേക്ക് ചെന്ന് ഇന്ദ്രലോകത്തുള്ളതുപോലെ ഒരു വലിയ വീടിനുള്ളിലേക്ക് നടന്നു ചെന്നു. ആ സ്ഥലവും വീടും കാണാൻ വിചിത്രമായിരുന്നു. പക്ഷേ അവൻ ധൈര്യത്തോടെ അകത്തേക്ക് തന്നെ നടന്നു. അകത്തു പോയ ഉടൻ തന്നെ അവിടെയൊരു കാളീദേവിയുടെ ശില്പമുണ്ടായിരുന്നു. അവിടെ ദിവസവും കാളീദേവിക്ക് പൂജ നടക്കുന്നതിനുള്ള എല്ലാ അടയാളങ്ങളും ഉണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച വിവേകചന്ദ്രൻ പയ്യെ ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു മുറിക്കുള്ളിൽ ഒരുപാട് രാജകുമാരിമാരെ കണ്ടു. ഇവരിൽ ആരാണ് തന്റെ രാജ്യത്തെ രാജകുമാരി എന്ന് കണ്ടുപിടിക്കാൻ വിവേകചന്ദ്രൻ നന്നേ ബുദ്ധിമുട്ടി. പക്ഷേ
അവർക്കിടയിൽ ഏറ്റവും സുന്ദരിയായ പെണ്ണാണ് രാജകുമാരി എന്ന് അവൻ തീരുമാനിച്ചു. അവരുടെ അടുത്തേക്ക് അവൻ നടന്നു. പക്ഷേ ആരോ മുറിക്കുള്ളിലേക്ക് നടന്നു വരുന്ന ശബ്ദം അവൻ കേട്ടു. ഉടൻ തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു തൂണിന് പുറകിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചിരുന്നു വിവേകചന്ദ്രൻ. വന്നത് മറ്റാരുമായിരുന്നില്ല, ആ ഇരുട്ട് രാക്ഷസൻ തന്നെയായിരുന്നു. വന്ന രാക്ഷസൻ രാജകുമാരിയുടെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോടെ ഇപ്രകാരം പറഞ്ഞു: നീ എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിനക്കാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്നിടും. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം. നീ എന്തിനാ എന്നെ വേണ്ടാന്ന് പറയുന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. അതിനാ ഇരുട്ട് രാക്ഷസനോട് രാജകുമാരി പറഞ്ഞു: നിന്റെ വൃത്തികെട്ട രൂപം, നിന്റെ ക്രൂരമായ സ്വഭാവം, ഇതൊന്നും എനിക്കിഷ്ടമല്ല. എന്നെപ്പോലൊരു പെണ്ണിന് യാതൊരു വിധത്തിലും യോജിച്ചവനല്ല നീ. നിന്റെ മരണം അടുത്തു തന്നെയുണ്ട്. അതുകൊണ്ട് നിന്റെ അഹങ്കാരം കുറയ്ക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അതിന് ഇരുട്ട് രാക്ഷസൻ ഉറക്കെ ചിരിച്ചോണ്ട് പറഞ്ഞു: എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ മരണം അത്ര പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. അതെങ്ങനെ വരുമെന്ന് ഞാൻ പറയട്ടെ. അടുത്തുള്ള കുളത്തിൽ മാന്ത്രികാരയന്നങ്ങളുണ്ട്. അവയുടെ പക്കൽ മാന്ത്രിക മാലയുണ്ട്. അതിൽ ഒരരയന്നത്തിന്റെ കയ്യിലുള്ള മാല വളരെ മാന്ത്രിക ശക്തിയുള്ളതാ. അതെടുത്ത് ആരെങ്കിലും കാളിയുടെ കഴുത്തിലിട്ടാലേ എനിക്ക് മരണം സംഭവിക്കൂ എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം, ആരാണോ ആ മാന്ത്രിക മാല എടുത്തുകൊണ്ടുവന്ന് കാളിയുടെ കഴുത്തിലിടുന്നത്, അപ്പോൾ അവന് എന്റെ വൃത്തികെട്ട രൂപം അവന് കിട്ടും. ഇതിന് പേടിച്ച് ഈ രാജ്യത്താരും ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ ഒരിക്കലും തുനിയുകയില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെയാണ് മരണം സംഭവിക്കുക എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വിവേകചന്ദ്രൻ പുറത്തേക്ക് വന്ന് രാജകുമാരിയെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാമെന്നും വാക്കുകൊടുത്തു. പക്ഷേ നിനക്കാ വൃത്തികെട്ട രൂപം കിട്ടുമല്ലോ എന്ന് വിഷമത്തോടെ പറഞ്ഞു രാജകുമാരി. എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറഞ്ഞ് വിവേകചന്ദ്രൻ വീണ്ടും അരയന്നങ്ങളുള്ള സ്ഥലത്തേക്ക് പോയി. കുളമുള്ള ഭാഗത്തേക്കെത്തിയപ്പോൾ വൈകുന്നേരമായിരുന്നു. മറഞ്ഞിരുന്ന നിലാവ് പോലും പുറത്തേക്ക് വന്നു. ഓരോ അരയന്നങ്ങളുടെ വായിലും ഓരോ മാലയുണ്ടായിരുന്നു. കാണാൻ എല്ലാ മാലയും ഒരുപോലെ തന്നെയായിരുന്നു. അപ്പോഴാണ് അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചത്. എല്ലാ അരയന്നങ്ങളും മാലകൾ ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് പറന്നുപോയി. പക്ഷേ മനോഹരമായ ഒരു അരയന്നം മാത്രം എവിടെയും പോകാതെ അവിടെ തന്നെ നിന്നു. എല്ലാ അരയന്നങ്ങളും പോയതിനു ശേഷം ആ അരയന്നം തന്റെ കയ്യിലുണ്ടായിരുന്ന മാല വിവേകചന്ദ്രനെ ഏൽപ്പിച്ചു. അതായിരുന്നു വിവേകചന്ദ്രൻ ഇതിനു മുൻപ് രക്ഷിച്ച അരയന്നം. ആ മാല കൊണ്ടുവന്ന് കാളീദേവിയുടെ കഴുത്തിൽ വിവേകചന്ദ്രൻ ഇട്ട ഉടൻ തന്നെ ആ ഇരുട്ട് രാക്ഷസൻ തനിക്കു ചുറ്റും തീ കത്തി ആ തീക്കുള്ളിൽ കിടന്ന് വെന്ത് വെന്ത് മരിച്ചുപോയി. അതേസമയം ആ രാക്ഷസന്റെ വൃത്തികെട്ട രൂപം വിവേകചന്ദ്രന് കിട്ടുകയും ചെയ്തു. കൂടെയുണ്ടായിരുന്ന മറ്റുള്ള രാജകുമാരിമാർ വിവേകചന്ദ്രനും രാജകുമാരിക്കും നന്ദി പറഞ്ഞിട്ട് അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി. രാജകുമാരിയും വിവേകചന്ദ്രനും അവരുടെ രാജ്യത്തേക്കും വന്നു. അന്ന് മഹാരാജാവിന് തന്റെ മകളെ തിരിച്ചു കിട്ടി. പക്ഷേ രാജാവിന് എന്തു ചെയ്യണമെന്ന് ഒരു പിടുത്തം ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു: നീ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ എന്റെ മകളെ രക്ഷിച്ചിരിക്കുന്നു. എന്നാലും എനിക്ക് വിശ്വാസമായിട്ടില്ല എന്ന് മനസ്സ് വേദനിക്കുന്നത് പോലെ പറഞ്ഞു മഹാരാജാവ്. എന്നാൽ രാജകുമാരി സംഭവിച്ചതെല്ലാം പറഞ്ഞിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന മാല വൃത്തികെട്ട രൂപത്തിലായിരുന്ന വിവേകചന്ദ്രന്റെ കഴുത്തിലേക്കിട്ടു. ഉടൻ തന്നെ വിവേകചന്ദ്രന്റെ വൃത്തികെട്ട രൂപം മാറി തന്റെ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചുവന്നു. മഹാരാജാവ് തന്റെ തെറ്റു മനസ്സിലാക്കി വിവേകചന്ദ്രന് പട്ടാഭിഷേകവും നടത്തി തന്റെ ഏക മകളായ സുമതിയെ വിവേകചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. വാക്ക് മാറ്റാത്ത പശു. ഒരു ഗ്രാമത്തിൽ ഒരു പശു ഉണ്ടായിരുന്നു. അതിന് നല്ല സ്വഭാവമായിരുന്നു. തന്റെ ഒപ്പം ഉണ്ടായിരുന്ന പശുക്കളോടൊക്കെ വഴക്കു കൂടാതെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്നു. ഒരു ദിവസം കാട്ടിൽ ഒറ്റയ്ക്ക് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുലി അതിനെ കണ്ടു. നല്ല കൊഴുത്ത് തടിച്ചിരുന്ന ആ പശുവിനെ കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അതിന്റെ വിശപ്പ് കൂടുതലായി പശുവിന്റെ മേൽ പാഞ്ഞു ചാടി ആ പുലി. പുലിയുടെ കാൽ നഖങ്ങൾ കൊണ്ട് തന്നെ ആക്രമിക്കാൻ വരുന്നത് കണ്ട പശു: പുലി രാജാവേ, ഒന്ന് നിൽക്കൂ,
ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കണം. എനിക്ക് വീട്ടിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ജനിച്ചിട്ട് 2 ആഴ്ച പോലും തികഞ്ഞിട്ടില്ല. പുല്ല് തിന്നാൻ പോലും ഇതുവരെ അതിനറിയില്ല. അത് ഒരു കാര്യങ്ങളും പഠിച്ചിട്ടില്ല. പുല്ല് മേയാൻ പുറത്തേക്ക് വന്ന് എന്നെ പ്രതീക്ഷിച്ച് വീട്ടിൽ കാത്തിരിപ്പുണ്ടാവും. നീ എന്നോട് കരുണ കാണിച്ചാൽ ഞാൻ വീട്ടിൽ പോയി കുഞ്ഞിന് പാല് കൊടുത്തിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിനെ പഠിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. അതിനുശേഷം നീ എന്നെ കൊന്നു തിന്നു എന്ന് പുലിയോട് പറഞ്ഞു. ഇത് കേട്ട പുലി അട്ടഹസിച്ച് ചിരിച്ചു. കൊള്ളാലോ, നീ വലിയ സൂത്രശാലി തന്നെ. വീട്ടിൽ പോയി കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വരുമല്ലേ? കാട്ടിലലയുന്ന എനിക്ക് ബുദ്ധിയില്ലെന്ന് കരുതിയോ നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ വിഡ്ഢിയല്ല. പുലി പറയുന്നത് കേട്ട പശു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ഒരിക്കലും നുണ പറയാറില്ല. ഞാൻ ഒരിക്കലും എന്റെ വാക്ക് മാറ്റില്ല. എനിക്ക് ചതിക്കുന്ന ശീലവും ഇല്ല. ഒരു കാര്യം ഉറപ്പാണ്, ആര് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും മരിക്കും. എനിക്ക് മരണം ഇപ്പൊ തന്നെ എത്തി. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണമാകുന്നതിലുപരി എനിക്ക് ഈ ലോകത്ത് ചെയ്യാൻ എന്താണുള്ളത്? എന്നാലും ഒരു കാര്യം മാത്രമുണ്ട്, എനിക്ക് മരിക്കാൻ ഒരു പേടിയില്ല. നീ എന്നെ ആക്രമിക്കാനായി എന്റെ മേൽ പാഞ്ഞപ്പോ തന്നെ എന്റെ പേടിയൊക്കെ പോയി. പക്ഷെ നീ ഒരിക്കലെങ്കിലും എന്റെ കുഞ്ഞിനെ കുറിച്ചൊന്ന് ഓർക്കണം. അത് എന്നെയും പ്രതീക്ഷിച്ച് വീട്ടിൽ കാത്തിരിപ്പുണ്ടാവും. നാളെ മുതൽ അതിന്റെ ജീവിതം അത് സ്വയം ജീവിച്ചോളും. അതിന് നാട്ടിലെ എല്ലാ കാര്യങ്ങളും നല്ലതും ചീത്തയും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ട് വരാം. അവസാനമായി എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് അതിന്റെ വിശപ്പ് മാറ്റിയിട്ട് ഞാൻ തിരിച്ചു വരാം. എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്നാ പശു വളരെ സത്യസന്ധമായി വിശ്വാസത്തോടെ പറഞ്ഞു. കൊള്ളാലോ, മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന മൃഗമാണ് നീ. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്നാലും കുഴപ്പമില്ല, നീ ഇത്രയും താഴ്മയോട് ചോദിച്ചതുകൊണ്ട് നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന നിന്നെ പോലത്തെ മൃഗങ്ങളുടെ സത്യസന്ധത എത്രമാത്രമുണ്ടെന്ന് ഞാൻ ഇന്നൊന്ന് നോക്കട്ടെ. പശു വേഗം വീട്ടിലേക്ക് പോയി കിടാവിന് വയറ് നിറച്ച് പാല് കൊടുത്തു. അതിന്റെ ശരീരം മുഴുവൻ തന്റെ നാക്കുകൊണ്ട് തടവിക്കൊടുത്ത് സ്നേഹിച്ചു. മനസ്സിന് ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്റെ കിടാവിനോട് പറഞ്ഞു, കുട്ടാ, വളരെ ബുദ്ധിയോടെ ജീവിക്കണം. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. എല്ലാവരെയും സ്നേഹിക്കണം. കൊടുത്ത വാക്കൊരിക്കലും മാറ്റരുത്. ഏതൊരു സാഹചര്യത്തിലും നുണ പറയരുത്. നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പേര് സമ്പാദിക്കണം എന്നുപദേശിച്ചിട്ട് കനത്ത മനസ്സോടെ കാട്ടിലേക്ക് വന്നു. കാട്ടിൽ വിശന്നു വലഞ്ഞ് പശുവിനു വേണ്ടി കാത്തിരുന്ന പുലി ദൂരത്ത് പശു നടന്നു വരുന്നത് കണ്ട് വല്ലാതെ അതിശയിച്ചു. ആഹാ, ഈ പശു സത്യസന്ധതയുള്ളവനാണല്ലോ. എനിക്ക് തന്ന വാക്കിനു വേണ്ടി എന്റെ വിശപ്പടക്കാൻ എന്റെ അടുത്തേക്ക് വരുന്നല്ലോ. തന്റെ ജീവനേക്കാൾ കൊടുത്ത വാക്ക് പാലിക്കുന്ന ഈ പശു എത്ര നല്ലതാണ്. ഇത്രയും സത്യസന്ധനായ ഈ പശുവിനെ കൊന്നാൽ എനിക്ക് പാപം കിട്ടും എന്ന് മനസ്സിലോർത്തു. പശു അതിന്റെ അടുത്തെത്തിയപ്പോൾ, മഹാ ഉത്തമനായ പശുവേ, നീ എന്തൊരു സത്യസന്ധനാണ്. തന്ന വാക്ക് പാലിക്കാനായി നിന്റെ ജീവൻ പോലും പണയം വെച്ച് എന്റെ ഭക്ഷണമാകാൻ നീ വന്നിരിക്കുന്നല്ലോ. നിന്നെ ഞാൻ ഭക്ഷിച്ചാൽ എനിക്ക് പാപം കിട്ടും. നിന്നെ സംശയിച്ചതിനെ നീ എന്നോട് ക്ഷമിക്കണം. എന്റെ വിശപ്പ് ഞാൻ മറ്റൊരു വിധത്തിൽ തീർത്തോളാം. നീ വീട്ടിലേക്ക് പോയി നിന്റെ കുട്ടികളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കൂ. പശു വീണ്ടും സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് പോയി തന്റെ കിടാവിനോടൊപ്പം സന്തോഷത്തോടെ പല കാലം ജീവിച്ചു. സത്യസന്ധതയോടെ ജീവിച്ചാൽ എത്ര ആപത്ത് വന്നാലും അവസാനം നമ്മൾ രക്ഷപ്പെടും. പണ്ടൊരു കാലത്ത് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു. ആ കാട്ടിൽ അടുത്തുണ്ടായിരുന്ന ഒരു കുളത്തിൽ ഒരു കൊക്കും ജീവിച്ചിരുന്നു. ഇവരെ 2 പേർക്കുമിടയിൽ സൗഹൃദമുണ്ടായി. 2 പേരും ദിവസവും അന്നുണ്ടായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം കുറുക്കൻ കൊക്കിനോട് തന്റെ വീട്ടിലേക്ക് വിരുന്നിന് വരാൻ പറഞ്ഞു. കൊക്കും വളരെ സന്തോഷത്തോടെ ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞു. കുറുക്കൻ പറഞ്ഞതനുസരിച്ച് കൃത്യസമയത്ത് തന്നെ കൊക്കും കുറുക്കന്റെ ഗുഹയിലേക്ക് എത്തി. നല്ല അടിപൊളി മണമുണ്ടായിരുന്ന ഒരു പായസം കൊക്കിന്റെ മുമ്പിലേക്ക് കുറുക്കൻ കൊണ്ടുവന്ന് വെച്ചു. നല്ല മണമുണ്ടായിരുന്ന ആ പായസം കണ്ട് ഇതെങ്ങനെയാ കുടിക്കുന്നതെന്നറിയാതെ തന്റെ നീളമുള്ള കൊക്കുപയോഗിച്ച് ആ പായത്രത്തിൽ കൊത്തി കൊത്തി പായസം എങ്ങനെയാ കുടിക്കേണ്ടതെന്ന് ആലോചിച്ചു. തന്റെ കൊക്കു കാരണം ഒന്നും കുടിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കൊക്കിൽ കിട്ടിയ പായസം അതിന്റെ വായിലേക്ക് എത്തിയതുമില്ല. അയ്യോ പാവം, നിനക്ക് ഈ പായസം കുടിക്കാൻ കഴിഞ്ഞില്ലേ? ഞാൻ കുടിക്കുന്നത് കണ്ടോ എന്നും പറഞ്ഞ് കുറുക്കൻ തന്റെ പാത്രത്തിലുണ്ടായിരുന്ന പായസം മുഴുവൻ വേഗം കുടിച്ചു. കൊക്ക് അപമാനിതനായി
വളരെ വിഷമത്തോടെ വിശപ്പ് സഹിക്കവയ്യാതെ പറന്നുപോയി. സംഭവിച്ചതൊക്കെ ഓർത്ത് വിഷമിച്ച് ദേഷ്യത്തോടെ തന്റെ കുളത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞുപോയി. അതിനുശേഷം ഒരു ദിവസം കൊക്ക് കുറുക്കന്റെ അടുത്ത് വന്ന് കുറുക്കനോട് പറഞ്ഞു, വിക്രമ, നീ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വിരുന്നിന് വരണം എന്ന് സ്നേഹത്തോടെ വിളിച്ചു. കുറുക്കനും വളരെ സന്തോഷത്തോടെ കൊക്കിന്റെ വീട്ടിലേക്ക് വിരുന്നുണ്ണാൻ പോയി. കുറുക്കനെ അവിടെ ഇരുത്തി കുറുക്കന്റെ അടുത്ത് ഒരു മുക്കാലിയിൽ ഒരു ചെറിയ കുടം വെച്ച് ആ കുടം നിറച്ച് അടിപൊളി മീൻകറി ഉണ്ടാക്കി വെച്ചിരുന്നു ആ കൊക്ക്. മീൻകറിയുടെ മണം കണ്ടപ്പോൾ കുറുക്കന്റെ നാവിലൂടെ വെള്ളം വരാൻ തുടങ്ങി. കുറുക്കന് കൊതി അടക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ കുടത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയ കുറുക്കൻ മീൻകറി എങ്ങനെ കഴിക്കുമെന്നോർത്തു. എങ്ങനെയെങ്കിലും മീൻകറി തിന്നേ പറ്റൂന്നോർത്ത് വല്ലാതെ പ്രയത്നിച്ചു കുറുക്കൻ. പക്ഷെ എത്ര പ്രയത്നിച്ചിട്ടും മീൻകറിയുടെ ഒരു തുള്ളി പോലും കുറുക്കന് കിട്ടിയില്ല. തന്റെ മൂക്ക് ആ കുടത്തിന്റെ ഉള്ളിലേക്ക് കടന്നതേയില്ല. എന്റെ പ്രിയ മിത്രമേ, നിനക്ക് ഈ മീൻകറി കഴിക്കാൻ സാധിക്കുന്നില്ലേ? ദേ കണ്ടോ, ഞാൻ എങ്ങനെയാ കഴിക്കുന്നേന്ന് കാണാം എന്നും പറഞ്ഞ് കുടത്തിലുണ്ടായിരുന്ന രുചിയേറിയ മീൻകറി മുഴുവനും ആസ്വദിച്ച് കഴിച്ചു. ഞൊടിയിടയിൽ മുഴുവനും തീർത്തു. അപ്പോ വളരെ ദേഷ്യത്തോടെ കുറുക്കൻ പറഞ്ഞു, മിത്രമേ, ഇത് ചതിയാണ്. ഞാൻ വല്ലാതെ വിശപ്പോടെയാണ് ഇങ്ങോട്ട് വന്നത്. എന്റെ മുൻപിൽ ഇത്രയും ചെറിയൊരു കുടം വെച്ചാൽ എനിക്കെങ്ങനെയാണ് കഴിക്കാൻ സാധിക്കുക? നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അതിനു കൊക്ക്, മിത്രമേ, ഇത് നീ എന്നെ പഠിപ്പിച്ച വിദ്യയാണ്. ഇതിനു മുൻപൊരിക്കൽ നീ എന്നെ നിന്റെ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ച് നീ എന്നെ അപമാനിച്ചത് ഓർക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് കുറുക്കനെ നല്ലൊരു പാഠം പഠിപ്പിച്ചു. കുറുക്കൻ ഒന്നും മിണ്ടാതെ തനിക്ക് അർഹിക്കുന്നത് തന്നെയാണ് കിട്ടിയതെന്നോർത്ത് വിശന്ന് വലഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. താൻ ഒരാളെ അപമാനിച്ചാൽ തന്നെയും ഒരിക്കൽ ഒരാൾ അപമാനിക്കുമെന്നുള്ളതാണ് ഈ കഥയുടെ സാരം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ? പണ്ടൊരു കാലത്ത് ഒരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു. അത് ആ കാടിന്റെ രാജാവായതുകൊണ്ട് ദിവസവും കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയൊക്കെ ഓടിച്ചിട്ട് തല്ലിക്കൊന്ന് തനിക്ക് ഇരയാക്കിയിരുന്നു. പുറത്തേക്ക് വന്നാൽ സിംഹം കൊല്ലുമോ എന്നോർത്ത് ഭയന്ന് എല്ലാ മൃഗങ്ങളും പുറത്തേക്ക് വരാൻ പോലും ഭയന്നു. ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് വരാൻ പേടിച്ച ആ മൃഗങ്ങൾ പുറത്തേക്കും വരാൻ കഴിയാതെ ഭക്ഷണവുമില്ലാതെ വല്ലാതെ വിഷമിച്ചു. ഇങ്ങനെയുള്ളപ്പോൾ സിംഹത്തിന്റെ അടുത്തുനിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നോർത്ത് എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടാക്കി. ആ മീറ്റിംഗിൽ സിംഹം കാരണം എല്ലാവരും എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചു. ഇതിനെങ്ങനെയെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് കരുതിയ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചെന്നായ മറ്റു മൃഗങ്ങളോട് ഒരു ഐഡിയ പറഞ്ഞു. നമ്മളെല്ലാവരും ഒരുമിച്ച് സിംഹത്തിന്റെ വായിൽ വീണ് മരിക്കുന്നതിന് പകരം ദിവസവും ഓരോരുത്തരായി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി അതിനിരയായേക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം സിംഹത്തെ കണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. മാത്രമല്ല, നമ്മുടെ സമയം വരുന്നതുവരെ നമുക്ക് പേടിക്കാതെ കഴിയുകയും ചെയ്യാം. സിംഹം എപ്പോഴാണ് വരിക, എപ്പോഴാണ് നമ്മളെ കൊല്ലുക എന്നോർത്ത് പേടിക്കുകയും വേണ്ട. ചെന്നായ പറഞ്ഞത് കേട്ട മറ്റുള്ള മൃഗങ്ങളും ഇതിന് സമ്മതിച്ചു. ശരി, ഞങ്ങൾ ഇതിനെ സമ്മതിക്കുന്നു. എന്നായാലും ഒരു ദിവസം അതിന്റെ ഇരയാകും. അതെന്നാണെന്നറിഞ്ഞാൽ സമാധാനത്തോടെ അതുവരെ ജീവിക്കാലോ. മൃഗങ്ങളോടിങ്ങനെ പറഞ്ഞതിനു ശേഷം ആ ചെന്നായ സിംഹത്തിന്റെ അടുത്ത് ചെന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ട സിംഹം ചെന്നായയോട് പറഞ്ഞു, ശരി ശരി, ഞാൻ നിങ്ങളുടെ രാജാവല്ലേ, അതുകൊണ്ട് നീ പറയുന്നത് ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, എന്നെങ്കിലും എനിക്ക് ഭക്ഷണം കിട്ടാൻ താമസിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. എല്ലാവരെയും ഒറ്റയടിക്ക് ഞാൻ തിന്നുകളയും എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. സിംഹം പറഞ്ഞതിന് ചെന്നായ തലവണങ്ങി സമ്മതിക്കുകയും ചെയ്തു. അന്നു മുതൽ ഓരോ ദിവസവും ഓരോ മൃഗം സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇരയായി ചെന്നു. അന്നു മുതൽ സിംഹവും തന്റെ ഇരയെ സന്തോഷത്തോടെ ഭക്ഷിച്ചു. അലഞ്ഞു തിരിഞ്ഞ് വേട്ടയാടേണ്ട ആവശ്യമില്ലല്ലോ എന്നോർത്ത സിംഹം ഗുഹയ്ക്കുള്ളിൽ വെച്ച് തന്നെ സന്തോഷത്തോടെ തന്റെ ഇരയെ ഭക്ഷിച്ചു. ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം സിംഹത്തിന്റെ ഇരയാവേണ്ട ഒരു മുയൽക്കുട്ടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി. എന്നാൽ ആ മുയൽക്കുട്ടി വളരെ ബുദ്ധിശാലിയായിരുന്നു. അതിന് സിംഹത്തിനിരയാവാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അതുമാത്രമല്ല, തന്റെ കാട്ടിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളെയും സിംഹം തനിക്ക് ഇരയാക്കുന്നല്ലോ, ഇതിനൊരു പാഠം പഠിപ്പിക്കണമെന്നോർത്ത് മുയൽക്കുട്ടി നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം സിംഹത്തിന്റെ ഗുഹയിലേക്ക് ആ മുയൽക്കുട്ടി പോയി. സമയം വൈകി വന്ന തന്റെ ഇരയെ കണ്ട് സിംഹം ഒരുപാട് ദേഷ്യപ്പെട്ടു. സിംഹം മുയലിനോട്,
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ കൃത്യസമയത്ത് ഇവിടെ വരണമെന്ന്. നിങ്ങൾ എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ല. അതുകൊണ്ട് ഞാനും നിങ്ങൾക്ക് തന്ന വാക്ക് തെറ്റിക്കാൻ പോകുന്നു. നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ഞാൻ കൊല്ലും എന്ന് വളരെ ദേഷ്യത്തോടെ പറഞ്ഞു ആ സിംഹം. അതിന് ഭവ്യതയോടെ ആ മുയൽക്കുട്ടി, ക്ഷമിക്കണം മഹാരാജൻ, തെറ്റ് സംഭവിച്ചു പോയി. ഞാൻ ലേറ്റായി വന്നതിനൊരു കാരണമുണ്ട്. അത് ഞാൻ ആദ്യം പറയാം, അതിനുശേഷം അങ്ങനെ കൊന്നു തിന്നോളൂ. ഇപ്രകാരം ഭവ്യതയോടെ പറഞ്ഞു. അതെന്താണെന്ന് വേഗം പറ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു സിംഹം. അതിനാ മുയൽ, മഹാരാജാവേ, ഞാൻ അങ്ങയുടെ ഗുഹയിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് ഞാനൊരു സിംഹത്തെ കണ്ടു. ഞാൻ വല്ലാതെ പേടിച്ചു. ആ സിംഹത്തോട് മഹാരാജാവായ അങ്ങയെക്കുറിച്ച് ഞാൻ പ്രശംസിച്ചു പറഞ്ഞു. പക്ഷെ ആ സിംഹം അങ്ങയെക്കുറിച്ച് വളരെ തെറ്റായി സംസാരിച്ചു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു. എന്റെ കാടിന്റെ മഹാരാജാവായ അങ്ങയെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ തെറ്റായി പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതിനാ സിംഹം ദേഷ്യപ്പെട്ട് എന്നെ കൊല്ലാൻ വന്നു. എന്നെ കൊന്നാൽ എന്റെ മഹാരാജാവ് നിന്നെ വെറുതെ വിടില്ലെന്ന് ഞാൻ ആ സിംഹത്തോട് പറഞ്ഞു. അതിനാ സിംഹം, നിന്റെ മഹാരാജാവ് ഒരു മണ്ടനാ, മടിയനാ, ഇരുന്നിടത്തിരുന്നോണ്ട് തന്നെ ഇരയെ തിന്നുവാണോ? നിന്റെ മഹാരാജാവിനോട് എന്നോട് നേരിട്ട് മത്സരിക്കാൻ പറ. അപ്പോഴെന്റെ ശക്തി ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. ധൈര്യമുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വരാൻ പറ എന്ന് മോശമായി പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ കാര്യം എന്റെ മഹാരാജാവിനോട് നീ നേരിട്ട് പറയേ എന്ന് പറഞ്ഞു. അതിനാ സിംഹം, ഞാൻ എന്തിനു വരണം? ധൈര്യമുണ്ടെങ്കിൽ നിന്റെ മഹാരാജാവിനോട് എന്റെ അടുത്തേക്ക് വരാൻ പറ. അതുകൊണ്ടാ മഹാരാജാവേ ഞാൻ വരാൻ ലേറ്റ് ആയത്. ഇത് കേട്ട സിംഹം വല്ലാതെ ദേഷ്യപ്പെട്ടു. വാ, ഇപ്പൊ തന്നെ പോകാം. അവനെ ഒരു കൈ നോക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നും പറഞ്ഞ് സിംഹം പുറപ്പെടാൻ തയ്യാറായി. വരൂ മഹാരാജാവേ എന്നും പറഞ്ഞ് മുയൽക്കുട്ടി ആ സിംഹത്തെ കാടിന് നടുവിലുള്ള ഒരു പഴയ കിണറിനടുത്തേക്ക് കൊണ്ടുവന്നു. മഹാരാജാവേ, അതിനുള്ളിലേക്ക് എത്തി നോക്കൂ. അതിനുള്ളിലാണ് ആ സിംഹം ഉള്ളത്. അങ്ങ് ആരാണെന്ന് അവനെ കാണിക്കൂ മഹാരാജാവേ. വളരെ ദേഷ്യത്തിലായിരുന്ന ആ സിംഹം കിണറ്റിലേക്ക് കാലെടുത്തു വെച്ച് എത്തി നോക്കി. പേടിപ്പിക്കാനായി ഗർജിക്കുകയും ചെയ്തു. അപ്പ ആ സിംഹത്തിന്റെ ബിംബം വെള്ളത്തിൽ നിന്ന് തിരിച്ചു ഗർജിക്കുവാനും തുടങ്ങി. അതിന് മുയൽക്കുട്ടി പറഞ്ഞു, കണ്ടോ മഹാരാജാവേ, അങ്ങയോട് തന്നെ തിരിച്ചു ഗർജിക്കുന്നത് കണ്ടോ? സിംഹത്തിന്റെ ദേഷ്യം കൂടുതലാക്കി. ഇത് കേട്ട സിംഹം ഒട്ടും ആലോചിക്കാതെ ദേഷ്യം സഹിക്കവയ്യാതെ കിണറ്റിലേക്ക് എടുത്തു ചാടി. കിണറ്റിൽ മറ്റൊരു സിംഹവും ഉണ്ടായിരുന്നില്ല. അത് സ്വയം കിണറ്റിലേക്ക് വീണു. പുറത്തു വരാൻ അറിയാതെ വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് മുങ്ങി മരിച്ചു. ആ മുയൽക്കുട്ടി തന്റെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ രക്ഷപ്പെടുത്തിയത് മാത്രമല്ല, കാട്ടിലുണ്ടായിരുന്ന മറ്റെല്ലാ മൃഗങ്ങളെയും സിംഹത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. കുട്ടികളെ, എപ്പോഴും ബുദ്ധി ഉപയോഗിച്ച് നമ്മളെ നമ്മൾ തന്നെ രക്ഷിക്കണം. ശാരീരിക ബലം മാത്രമല്ല, ബുദ്ധിയും ഉണ്ടാവണം.